ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ മകരം തിരുനാളിന് വിശ്വാസി സാഗരം ഒഴുകിയെത്തി. വിശുദ്ധ കുർബാനയിലും കഴുന്നെടുപ്പ് നേർച്ചയ്ക്കുമായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാനാജാതി മതസ്ഥരായ വിശ്വാസി സമൂഹം തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുത്തു. വൈകുന്നേരം നടന്ന നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം മതമൈത്രിയുടെ പ്രൗഢമായ പ്രതീകമായി. രാവിലെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി വലിയ പള്ളിയുടെ കിഴക്ക് വശത്തുള്ള ചെറിയ പള്ളിയിലാണ്. എൻ്റെ പിൻവശത്ത് കാണുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അഭിയുന്ന പിതാക്കന്മാരെ സംസ്കരിച്ചിരിക്കുന്ന കബറിടപ്പള്ളിയിലാണ്. ഓരോ പള്ളിക്കും അതിൻ്റേതായ ചരിത്രമുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു ക്രിസ്തീയ സമൂഹം രൂപം കൊള്ളുന്നത് 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമ്മുടെ വലിയ ദേവാലയത്തിൻ്റെ തെക്കുവശത്ത് ചെറിയ ദേവാലയം ഉണ്ടായിരുന്നു. അതാണ് ആദ്യം പണി കഴിപ്പിച്ച ദേവാലയം. അതിനുശേഷം രൂപപ്പെടുത്തിയതാണ് ഇപ്പോൾ നിൽക്കുന്ന ചെറിയ പള്ളി. ഈ ചെറിയ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ നാമധേയത്തിലാണ് സ്ഥാപിതമായത്. ആ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാന മധുബഹായിലെ സെബസ്ത്യാനോസ് പുണ്യവാളന് അമ്പെയ്ത അമ്പും വില്ലും ഒരു പ്രതീകാത്മകമായ രീതിയിൽ അൾത്താരയുടെ പ്രധാന കേന്ദ്രഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നീട് വ്യാകുല മാതാവിൻ്റെ നാമധേയത്തിലേക്ക് ഈ ദേവാലയം രൂപപ്പെടുകയായിരുന്നു. ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുനാൾ ഒരു വലിയ സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും തിരുനാളായിട്ടാണ് ആചരിക്കുന്നത്. പള്ളിയിൽ നിന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുസ്വരൂപം കാവിൽ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അനിൽ, സെക്രട്ടറി പി കെ ഹരി, പി എസ് കൃഷ്ണകുമാർ, കെ പി വിജയൻ എന്നിവർ ഏറ്റുവാങ്ങി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തിച്ച് പ്രതിഷ്ഠിച്ച എണ്ണവിളക്കുകൾ തെളിച്ചും മുല്ലയും ജമന്തിയും റോസയും കോർത്ത കൂറ്റൻ പൂമാല അണിയിച്ചും മതമൈത്രിയുടെ പ്രതീകമായ സ്വീകരണം നൽകി. ചങ്ങനാശ്ശേരി കാവിലമ്പലത്തിൽ നിന്നും എത്തിയിരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളും അവിടുത്തെ മറ്റ് അംഗങ്ങളായ എല്ലാ സഹോദരങ്ങളെയും ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ ഇടവകയിലേക്ക് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഏതാണ്ട് 40-ൽ പരം വർഷങ്ങൾ ആയി തുടരുന്ന ഒരു വലിയ ബന്ധമാണ്. മകരം തിരുനാളോടനുബന്ധിച്ച് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുസ്വരൂപം സംവഹിച്ചുകൊണ്ട് കാവിലമ്പലത്തിലേക്ക് പോവുകയും അവിടെ ആദരവും വണക്കവും സ്നേഹത്തോടുള്ള സ്വീകരണവും നൽകുകയും ചെയ്യുന്നത്. മകരമാസത്തിൽ നടക്കുന്ന തിരുനാളായതുകൊണ്ട് സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുനാൾ, വലിയ പള്ളിയിലെ തിരുനാൾ മകരം തിരുനാൾ എന്ന പേരിലും അറിയപ്പെടുന്നു. മകരം 10, 11 തീയതികളിലാണ്. അത് മതസൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ്. ആ കാവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് വലിയ പള്ളിയും ഇതുപോലെയുള്ള ഉത്സവത്തോടനുബന്ധിച്ച് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതാണ്. അതുപോലെ ചന്ദനക്കുടത്തിനും വലിയ പള്ളി പ്രധാന കവാടത്തിൽ നമ്മുടെ പ്രധാന റോഡിൻ്റെ സൈഡിൽ കുരിശടിയിൽ വെച്ച് സ്വീകരണവും മറ്റും നൽകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ തിരുനാൾ. എല്ലാ മതങ്ങളും തെക്കൻകൂർ രാജാവ് പള്ളി പണിയാനായിട്ട് ആദ്യം നമുക്ക് സ്ഥലം നൽകിയ ഇടമാണ്. ഇപ്പോൾ ജോൺ മെരിയ വിയാനി പുണ്യവാളൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ കുരിശടിയായിരുന്നുള്ള സ്ഥലവും ആദ്യത്തെ ദേവാലയം ഇവിടെയാണ് പണിതത്. ചങ്ങനാശ്ശേരി ആന തടി കൊണ്ടിട്ടിടുന്നിടത്ത് ദേവാലയം എന്നുള്ള കാഴ്ചപ്പാടും ഇവിടെ ജോൺ മെരിയ വിയാനിയുടെ കുരിശടിയാണ് ഇവിടെ കാണപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്ക് തിരുസ്വരൂപം എടുക്കുന്നത്
പള്ളിയുടെ തെക്കുവശത്തുള്ള മുറ്റത്തൂടെ വന്ന് ഈ ഗേറ്റ് കടന്നാണ് ക്ഷേത്രത്തിലേക്ക് തിരുസ്വരൂപം സംവഹിക്കുന്നത്. ചങ്ങനാശ്ശേരിയുടെ ആദ്യകാലത്തെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ചരിത്രം 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 11-ാം നൂറ്റാണ്ട് മുതലാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നത്. തെക്കൻകൂർ രാജാവിന് ക്ഷേത്രത്തിലെ എണ്ണ ശുദ്ധീകരിക്കാനായിട്ട് 2-3 കുടുംബാംഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ ക്ഷേത്രത്തിലെ എണ്ണ തൊട്ട് കൊടുക്കാനായിട്ടൊക്കെ ക്രമീകരണങ്ങളും ഏർപ്പാടുകളൊക്കെ ചെയ്ത ക്രിസ്ത്യാനികളെ, അങ്ങനെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചങ്ങനാശ്ശേരിയിൽ ആവിർഭവിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്ന് പിന്നീട് കച്ചവടത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ എത്തുകയും ഒക്കെ ചെയ്തത്. തീർച്ചയായിട്ടും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരടയാളമാണ്. ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.